Good morning, Nehu. Good morning, Varne. Good morning, Bara. Nehu. ചിരിച്ചേ. നിറച്ചേ. നീഹു ഡാൻസ് കളിച്ചേ. ആ കുട്ടീനെ ഉറക്ക ഉറങ്ങിയാ ഇല്ല ഉറക്കിക്കോട്ടാ. അങ്ങനെ ഞാനിതാ വേഗം പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. വേഗം അമ്പലത്തിൽ പോവാം. അവിടെ ആട്ടോ ഒന്ന് ഫുഡ്, രാവിലത്തെ ഉപ്പുമാവാന്ന് തോന്നുന്നു. നീഹുവിനെ അവളുടെ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടാറ്റ പോവാണോ എങ്ങടെ പോണേ? നമ്മള് അമ്പലത്തേക്കാ തൊഴാൻ പോവാ. അങ്ങനെ ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോകട്ടോ. തറവാട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനില്ല അമ്പലത്തേക്ക്. അവിടെ പോയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ നടക്കുമ്പോൾ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനോട് തോളത്ത് കൈയൊക്കെ ഇട്ട് നടക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി. അച്ഛൻ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അയ്യപ്പൻ്റെയും വാവറിൻ്റെയും ഒക്കെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കെട്ടുനിറയ്ക്കാനുള്ളതൊക്കെ അയ്യപ്പൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്മ, കുട്ടിയുടെ അമ്മ ഇതാണ്. ഇതാ അവിടെ കുറേ പ്രസാദം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്യും പഴവും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനും നീഹും കൂടിയിട്ട് അത് തിന്ന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ പണികളൊക്കെ അതാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ നീഹുവിനെ എടുത്തുകൊണ്ട് അമ്മ എനിക്ക് പ്രസാദം ഇങ്ങനെ വാരി തരുമായിരുന്നു. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അതാ നമ്മുടെ 2 ചേച്ചിമാർ കൂടിയിട്ട് ഒരലിൽ ശർക്കര ഇടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശർക്കര ഒരലിൽ ഇടിച്ചിട്ട് പഞ്ചാമൃതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കില്ല. പണ്ടത്തെ കാലത്ത് ഈ മിക്സിയും ഗ്രൈൻഡറും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ അല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു കൗതുകം ഇതെങ്ങനെയാണ് സംഭവം എന്ന്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉരലിലിടിക്കാൻ പോണത്. അപ്പം ആദ്യം വലിച്ചപ്പോൾ തന്നെ കുറച്ച് പാടുപെട്ടു. പിന്നെ ഞാൻ ഇടിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ. എന്നാലും ഇതിലൊക്കെ ഒരു നാക്കുണ്ട്. അങ്ങനെ അമ്മയും ട്രൈ ചെയ്ത് നോക്കി. അമ്പലത്തിൽ ശബരിമലയ്ക്ക് പോകാനുള്ള 2-3 സ്വാമിമാർ ഇങ്ങനെ കെട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് കഴിക്കാൻ ഉപ്പുമാവ് ഉണ്ടായിരുന്നു, പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ. പഴം നിഹാരം തന്നെ കഴിച്ച് ഫുള്ള് തീർത്തു. എനിക്ക് ഉപ്പുമാവ് പഴം കൂട്ടി കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. എനിക്ക് സാമ്പാറോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കാനാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ കുറേ പേരിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛന് ഫുഡ് കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. അച്ഛൻ ഒരു പഴം എടുത്തുകൊണ്ട് വരാൻ ഞാൻ പഴമൊക്കെ എടുത്തു കൊടുത്തു അച്ഛന്. അതിന് പുറമെ നമ്മൾ ആരാധ്യനെ കണ്ടു. അങ്ങനെ അവളുടെ ഒപ്പം ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു. നേരെ നമ്മൾ പോയി തറവാട്ടിലോട്ടാട്ടോ. ഇതാണ് എൻ്റെ തറവാട്. അപ്പോൾ ഞാൻ ജനിച്ചിട്ടൊരു 4 വയസ്സൊക്കെ വരെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. എന്താ കാണിക്കണേ? അങ്ങനെ മാഡം ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെല്ലിച്ചൻ്റെ മോനാണ് അർജു. അവനായിട്ട് ഭയങ്കര പന്തുകളിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഓരോരുത്തരൊക്കെ എത്തി തുടങ്ങി കേട്ടോ. ഇത് ദീപവല്യമ്മയാണ്, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. പിന്നെ രമ്യേച്ചി ഉണ്ട്. പിന്നെ അത് ഹേമന്താട്ടോ, എൻ്റെ കസിൻ്റെ കുട്ടിയാണ്. പിന്നെ ആരത് TV കാണുന്നുണ്ട്. ഇതെൻ്റെ ഒരു അമ്മായിയും ഭർത്താവും ആട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര സംസാരത്തിലാണ്. ഇതൊരു വെല്ലിച്ചനാണ്. പിന്നെ അവർ നീഹുവിനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അർജും എൻ്റെ അനിയനാട്ടോ നിരഞ്ജൻ. ആരാധ്യ എന്തോ കാര്യത്തിന് വിഷമിച്ചിരിക്കുമ്പോൾ നീഹു ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമാട്ടോ എല്ലാവരോടും. അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകാൻ. അംഗസംഖ്യ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ വെല്ലിച്ചൻ്റെ മോളാണ് പ്രതീക്ഷേച്ചി. പിന്നെ രമ്യേച്ചിയും മുണ്ണിയും വല്യമ്മയും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കടകളിലൊക്കെ വൈകിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഒരു ട്രിപ്പ് ഉള്ളിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ചോറ്, സാമ്പാർ, അവിയൽ, അച്ചാർ, പിന്നെ 1-2 ടൈപ്പ് ഉപ്പേരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അപ്പടെ എനിക്ക് ആരാധ്യ എക്സ്ട്രാ ഇട്ട് തന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പാലട പായസമായിരുന്നു. അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഗ്രീൻ ആപ്പിളിൻ്റെ ബാർ വാങ്ങിച്ചു തന്നു. പിന്നെ എല്ലാവർക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വെല്ലിച്ചൻ്റെ മോനും വൈഫും പിന്നെ ഉണ്ണിയും വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി ഇതാണ് കേട്ടോ, ഇഷാനിക എന്നാണ് അവളുടെ പേര്. ഞങ്ങളെ ആരെയും അവൾക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ആരുടെ അടുത്തേക്കും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര കരച്ചിലാണ്. ഇവരുടെ ഷൊർണൂരാട്ടോ. അപ്പോൾ അവൾക്കധികം ഞങ്ങളാരും കണ്ടുപരിചയമില്ലല്ലോ. അതുകൊണ്ടാണ്. നീഹുവിനാണെങ്കിൽ ഇവളുടെ തല കണ്ടിട്ട് ഇങ്ങനെ തൊട്ട് നോക്കാൻ അങ്ങനെ തോന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ പളഞ്ഞിന്ന് മുട്ടടിച്ച് വന്നേക്കാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ തല അവൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ തല തൊട്ട് നോക്കുക, ചിരിക്കുക, അതൊക്കെയായിരുന്നു നീഹുവിൻ്റെ പണി.
ഈ സംഭവം കണ്ടു. ഇത് പണ്ടത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ ടി വിക്ക് റേഞ്ച് കിട്ടാൻ വേണ്ടി വെച്ചിരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് പണ്ട് യൂസ് ചെയ്തിരുന്ന കേട്ടോ. എപ്പോഴും അത് അവിടെ കളയാണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം പോയി ഉറങ്ങി. എണീറ്റ് വന്നപ്പോൾ മുറ്റത്ത് എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. അങ്ങനെ ഇതാ അമ്പലത്തിൽ നിന്ന് താലെടുക്കാനുള്ളവരും പാലക്കൊമ്പൊക്കെ എടുക്കാനുള്ളവരൊക്കെ നമ്മുടെ വേറൊരു അമ്പലമുണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു, ഒരു 10-95 പേരുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം താലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയി ചായ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓണത്തിന് എടുത്ത ഡ്രസ്സാട്ടോ. അച്ഛനമ്മയും ഞാനും അനിയനും ഒരേപോലത്തെ പ്രിൻ്റുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അച്ഛനെ പിന്നിൽ ആ സെയിം ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോൾ ചുമ്മാ അച്ഛനെ വീഡിയോയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. ക്യൂട്ട്നെസ്സാ ഏതമ്മ? നമ്മുടെ തറവാടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സ്ഥലത്ത് വിളക്കൊക്കെ വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ വിളക്ക് വെച്ചു കേട്ടോ. ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ പോണ വഴിക്ക് തന്നെ ഈ ഒരു കമ്മലിൻ്റെ കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ആദ്യം കയറി 1-2 കമ്മലുകളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയിട്ടോ. അതാ നമ്മുടെ ഉള്ളിലെ അയ്യപ്പൻ്റെ അമ്പലവും വാവരൻ്റെ അമ്പലമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭജനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും അമ്മയൊക്കെ ഉള്ളിൽ പോയിട്ടൊന്ന് ജസ്റ്റ് തൊഴാൻ വേണ്ടി ചെന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. രമേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്നു അവിടെ. അപ്പോഴത്തേക്ക് നമ്മുടെ താലും പാലക്കൊമ്പൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പണിയുണ്ടായിരുന്നു. നമ്മുടെ കോമരങ്ങളെ ഉള്ളിലേക്ക് ഇങ്ങനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അപ്പൻ്റെ കയ്യിലൊരു കിണ്ടിയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഉള്ളിൽ വരുമ്പോൾ അവരുടെ കാലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവരെ ഉള്ളിലേക്ക് ക്ഷണിക്കലായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ അമ്മയുടെ കയ്യിൽ വിളക്കുണ്ട്, രമേച്ചിയുടെ കയ്യിൽ എന്തോ പലക പോലത്തെ സംഭവമുണ്ട്. മറ്റേ ആൻറ്റി ആരാന്ന് എനിക്കറിയില്ല. ആൻറ്റിയുടെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അവരെ ഉള്ളിലേക്ക് വരവേറ്റ് കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഞങ്ങളിത് അവരെ ഉള്ളിലേക്ക് കയറ്റി കേട്ടോ. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി. അങ്ങനെ താലത്തിൻ്റെ പരിപാടികളൊക്കെ അതിന് ശേഷം നേരെ കഴിക്കാൻ ചെന്നു. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ പഞ്ചാമൃതമായിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തറവാട്ടിലോട്ട് പോയി. അങ്ങനെ വീടെത്തി. അപ്പോഴത്തേക്കും തന്നെ ഓരോരുത്തർ പോവാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷേച്ചി പോയി, രമേച്ചിയുടെ അച്ഛനും അമ്മയും പോയി. അങ്ങനെ കുറേ പേരൊക്കെ അങ്ങനെ പോയിട്ടോ. അങ്ങനെ വീട്ടിലെത്തി കുറച്ചേരം വീണ്ടും നീഹുനെ കളിപ്പിച്ച്, ഉണ്ണികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ലല്ലോ. അങ്ങനെ അവളെ കുറച്ചേരം കളിപ്പിച്ച് ആരാല് കുറച്ച് ക്ലേ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലായി അടുത്ത പരാക്രമം. ഞാനൊരു സംഭവം ഉണ്ടാക്കി. നിങ്ങളത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ ഞാനൊരു ഈ ഒരു പൂവാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിട്ടോ. രാവിലെ നമുക്ക് അമ്പലത്തിൽ ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അങ്ങനെ ഇതാ പുലർച്ചെ ഒരു 4 മണി 4:30 ആയപ്പോൾ എണീറ്റ് ഞാനും അമ്മയും വല്യമ്മയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ആരും വന്നിട്ടില്ല. നമുക്കിവിടെ വെട്ടുംതട എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. സംഭവം അയ്യപ്പനും വാവരും ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഉണ്ടാക്കിയ അമ്പലങ്ങളൊക്കെ വെട്ടു കേട്ടോ ലാസ്റ്റ്. അപ്പോൾ അതാ അവിടെ നിന്ന് കുറച്ച് പേര് താലൊക്കെ ആയിട്ട് അപ്പുറത്തൊരു കുഞ്ഞമ്പലമുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അവരിതാ താലം ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ പരിപാടി. നിങ്ങൾ ഈ പരിപാടി ഒന്ന് കണ്ടോക്ക്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് കണ്ടോക്ക് കേട്ടോ.
എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വാവര് ഇങ്ങനത്തെ എന്തോ ഒരു പത്തിരി പോലത്തെ ഒരു സംഭവം എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് തരും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും അത് കൊടുത്തു, ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ പൂജിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യപ്പും അടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്. പിന്നെ ഇതാ നമ്മുടെ ഗുരുസ്വാമിയാണ് കേട്ടോ. അപ്പോൾ ഗുരുസ്വാമി എല്ലാവരോടും എങ്ങനെ ഉണ്ടായിരുന്നു വിളക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. പിന്നെ ഗുരുസ്വാമിക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കെട്ട് നിറച്ച് വെച്ച സ്വാമിമാരൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കെട്ടൊക്കെ തലയിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ പാപ്പനാണ് കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഗണപതിയുടെ അവിടെ തേങ്ങയൊക്കെ ഉടച്ചിട്ടാട്ടോ നമ്മൾ പിന്നെ നേരെ വണ്ടിയിലോട്ട് ചെല്ലുക. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വണ്ടിയുടെ അവിടേക്ക് ചെന്നു കേട്ടോ. ഈ വണ്ടിയിലാണ് ഇത്തവണ ശബരിമലയ്ക്ക് പോണത്. തേങ്ങ കുറച്ചതിന് ശേഷം എല്ലാവരും വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ശബരിമലയ്ക്ക് പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ നേരെ തിരിച്ച് തറവാട്ടിലോട്ട് തന്നെ ചെന്നു കേട്ടോ. ഇന്നും ഡ്യൂട്ടിയൊക്കെ ഉണ്ട്, ഞായറാഴ്ച ആയിരുന്നു വിളക്ക്. പിറ്റേ ദിവസം ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് ചെന്നിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത്യാവശ്യം വിളക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.